കൊല്ലത്തിൻ്റെ അറിയാത്ത രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ചരിത്രം, വിശ്വാസം, പ്രകൃതി, ഇവയെപ്പറ്റിയാണ് നമ്മൾ ഒരു പ്രായോഗികമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മറന്നുപോയ ചരിത്രം, അതായത് ചീന ബന്ധവും മറവിയിലായ പാതകളും. കേരളത്തിൻ്റെ തീരദേശ രേഖയിൽ സ്വർണ്ണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒരു നഗരം, അതാണ് കൊല്ലം. പുരാതന കാലത്ത് കൊയിലോൺ എന്ന പേരിൽ ലോകമാപ്പിൽ സ്ഥാനം നേടിയ ഈ നഗരം വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. എന്നാൽ കൊല്ലത്തിൻ്റെ ചരിത്രം പറയാത്ത അനവധി രഹസ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ചൈനീസ് വ്യാപാരികളുടെ കപ്പലുകൾ ഇവിടെ എത്തിയതിൻ്റെ തെളിവുകൾ തങ്കശ്ശേരി തീരത്തും പഴയ ചൈന പള്ളിയുടെ അവശിഷ്ടങ്ങളിലും കാണാം. 9-ാം നൂറ്റാണ്ടിൽ തന്നെ കൊല്ലം ചൈനയുമായി നേരിട്ടുള്ള വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു എന്നതിൻ്റെ രേഖകൾ മാ ഹുവാനും ഇവൻ ബത്തൂത്തയും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാവസ്തു ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് തങ്കശ്ശേരി കോട്ടയുടെ അടിയിലും ഇന്നും നിലനിൽക്കുന്ന ഗുഹാമാർഗങ്ങൾ ഒരിക്കൽ കൊച്ചിയിലേക്കും പുനലൂരിലേക്കും ബന്ധിപ്പിച്ചിരുന്നതായിരിക്കും. കടത്ത് കച്ചവടത്തിന്, രഹസ്യ വ്യാപാരത്തിനുമായി ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഈ പാതകൾ ഇപ്പോൾ ചരിത്രത്തിൻ്റെ മറവിൽ മുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മുതൽ കൊല്ലം വരെയുള്ള തീരങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പണ്ടത്തെ ആസ്ട്രോണിക് നിരീക്ഷണങ്ങൾക്കും കൊല്ലത്തെ സിംഹാസന കോട്ടയും പ്രധാന കേന്ദ്രമായിരുന്നുവെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. സൂര്യൻ്റെ നിഴൽ വീഴ്ചയനുസരിച്ച് ദിശയും കാലവും കണക്കാക്കുന്ന പുരാതന സമ്പ്രദായങ്ങൾ ഇന്നും ചില പ്രദേശങ്ങളിൽ മൗലികമായി നിലനിൽക്കുന്നുവെന്നതാണ് അത്ഭുതം. അതുപോലെ തന്നെ ആത്മീയതയുടെ നിശബ്ദ വിളക്കുകളും ഹരിചന്ദ്രശിലയും തീർത്ഥ രഹസ്യങ്ങളും. കൊല്ലം ആത്മീയ ചരിത്രത്തിലും അതുല്യമായ സ്ഥാനം നേടുന്ന ഒരു നഗരമാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പോളത്തോട് ശ്മശാനത്തിലെ ഹരിചന്ദ്രശില അതിൻ്റെ ഏറ്റവും രഹസ്യഭരിതമായ ഉദാഹരണമാണ്. സത്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച മഹാരാജാവായ ഹരിചന്ദ്രൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തി ആരാധിക്കപ്പെടുന്ന ഈ ശിലയെക്കുറിച്ച് നാട്ടുകാർ ഇന്നും അത്ഭുതത്തോടെ പറയുന്നു. അർദ്ധരാത്രികളിൽ അതിൻ്റെ സമീപത്ത് ദീപങ്ങൾ തെളിയുന്നതായി ചിലർ അവകാശപ്പെടുന്നു. ശാസ്ത്രീയമായി ഇതിനെ ഒരു പുരാതന ശവസംസ്കാര ശിലയെന്നോ ഒരു പ്രതീകാത്മക സ്മാരകമെന്നോ കാണുന്നവരുണ്ടെങ്കിലും ഭക്തരുടെ മനസ്സിൽ ഇത് ദൈവികതയുടെ പ്രതീകമായി നിലനിൽക്കുന്നു. ഇതേപോലെ തന്നെ തെക്കുറിശി ക്ഷേത്രത്തിലെ ശിവവൈഷ്ണവ പ്രതിഷ്ഠ ലോകത്ത് അപൂർവമായ ഒരു ദൈവസങ്കല്പമാണ്. ദ്വൈതത്തിൻ്റെ അതിരുകൾ മറികടന്ന് ഐക്യത്തിൻ്റെ പ്രതീകമായി. വാളകുളത്തുരുത്തിലെ തീർത്ഥചക്രം മറ്റൊരു വിസ്മയമാണ്. കടലിനടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പാറവട്ടം മഹർഷിമാരുടെ ധ്യാനസ്ഥാനമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുമ്പോൾ ആധുനിക ഗവേഷകർ അതിൽ മാഗ്നറ്റിക് എനർജി നിലനിൽക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മീയതയും ശാസ്ത്രവും എങ്ങനെ ഒന്നിച്ചു പോകുന്നുവെന്നതിന് കൊല്ലം അതിൻ്റെ ജീവനുള്ള ഉദാഹരണമാണ്. പ്രകൃതിയുടെ മറവിൽ അഷ്ടമുടിക്കായലിൻ്റെ രഹസ്യങ്ങൾ മുതൽ തെളിച്ചമുള്ള തടാകങ്ങൾ വരെയുള്ള ആണ് ഇനി ചർച്ച ചെയ്യുന്നത്. കൊല്ലത്തിൻ്റെ പ്രകൃതി അതിൻ്റെ ഏറ്റവും വലിയ മായാജാലമാണ്. അഷ്ടമുടിക്കായൽ വെറും സുന്ദരമായ ബാക്ക് വാട്ടർ മാത്രമല്ല, അതിൻ്റെ അടിത്തട്ടിൽ നിരവധി കഥകളുടെ നിശബ്ദ സാക്ഷ്യങ്ങളുണ്ട്. പുരാവസ്തു ശാസ്ത്ര അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ 40-ലധികം കപ്പൽ അവശിഷ്ടങ്ങൾ കൊല്ലം ഒരിക്കൽ ദൂരദേശങ്ങളുമായി ബന്ധിച്ചിരുന്ന അന്തർദേശീയ വ്യാപാര കേന്ദ്രമായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ചൈനീസ് ജങ്ക് കപ്പലുകളുടെ അവശിഷ്ടങ്ങളാണെന്ന് കരുതപ്പെടുന്നവയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറം ചവറയിലെയും പരുവൂരിലെയും തടാകങ്ങളിൽ രാത്രിയിൽ വെള്ളം മിന്നുന്നതായും ആ പ്രകാശം ബയോലൂമിനൻസ് ആൽഗി മൂലമാണെന്നും ശാസ്ത്രം പറയുന്നു. പക്ഷേ നാട്ടുകാർക്ക് അത് ദൈവിക ദീപങ്ങളുടെ പ്രതീകമാണ്. പുനലൂരിനടുത്തുള്ള പാളയത്തിൽ കണ്ടെത്തിയ രക്തനിറമുള്ള പാറ രക്തക്കല്ല് എന്നറിയപ്പെടുന്നു. ഇരുമ്പ് ഓക്സൈഡ് മൂലമുള്ള നിറമാണ് ശാസ്ത്രപരമായി തെളിയിച്ചിട്ടുണ്ടെങ്കിലും ജനവിശ്വാസത്തിൽ അത് പഴയ യുദ്ധഭൂമിയുടെ ഓർമ്മയായാണ് നിലകൊള്ളുന്നത്. പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ഈ പിണയൽ കൊല്ലത്തെ ഒരു സജീവ രഹസ്യ ഗ്രന്ഥമാക്കുന്നു. വായിച്ചാൽ മാഞ്ഞു പോകുന്നതല്ല, മറിച്ച് ഓരോ പേജും പുതുവെളിച്ചം പകരുന്നതാണ്. കൊല്ലം വെറും ഒരു നഗരം മാത്രമല്ല, അത് കാലത്തിനപ്പുറം നിലനിൽക്കുന്ന ഒരു ആത്മാവാണ്. ഓരോ വഴിയിലും, ഓരോ തീരത്തും, ഓരോ ക്ഷേത്രത്തിൻ്റെയും ശ്മശാനത്തിൻ്റെയും മതിലുകൾക്കപ്പുറവും പറയാനുള്ള കഥകളുണ്ട്. ചരിത്രം, ആത്മീയത, ശാസ്ത്രീയത, പ്രകൃതി
എല്ലാം ചേർന്നാണ് കൊല്ലം ഒരു മൂകസാക്ഷി നഗരം ആയി നിലകൊള്ളുന്നത്. കൊല്ലം അതിനെ കടൽത്തീര നഗരമായി കാണുമ്പോൾ അറിവിനും വിശ്വാസത്തിനും ഭാവനയ്ക്കുമിടയിൽ പാലം പണിയുന്ന ഒരു സാംസ്കാരിക ഹൃദയം തന്നെയാണ് കൊല്ലം. നന്ദി, നമസ്കാരം.